പിന്നെ മെല്ലെ 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 ഇൽമിങ്ങനെ കൂടി വന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ അത് വീണ്ടും കുറഞ്ഞിങ്ങനെ പോകും. പ്രായമായി വയസ്സായി ചന്നിയായി കിടക്കുമ്പോ സ്വന്തം ഭാര്യ അടുത്തുന്നാൽ സ്വന്തം മകൻ അടുത്തുന്നാൽ പോലും അറിയില്ല. അത് നമ്മളെ ഒരുപാട് പരിമിതിയുണ്ട്. കേൾവിക്ക് പരിമിതിയുണ്ട്, മിനിമം ലിമിറ്റ് ഉണ്ട്, മാക്സിമം ലിമിറ്റ് ഉണ്ട്. എന്തിനാ മൈക്കച്ചത്? അല്ലാതെ പറഞ്ഞാൽ കേൾക്കൂല. എന്നാല് മുമ്പിൽ മനുഷ്യന്മാരെ കുറിച്ച് എടുക്കാൻ അധികം ഉണ്ടാവും. കാരണം എന്താ? നമ്മൾ ലിമിറ്റാണ്. അത് നമ്മൾ ലിമിറ്റാ. കുറച്ചു സൗണ്ട് കൂട്ടിയാല് അവിടേക്ക് നെയ്ച്ചു പോകുകളൊക്കെ വേറെ എവിടെയും പോയിരിക്കും. ഇത് പറ്റില്ല. അത് മനുഷ്യന്റെ പരിമിതിയാണ്. എല്ലാ ജീവിക്കും ആ പരിമിതിയുണ്ട്. എല്ലാ ജീവിക്കും പരിമിതിയുണ്ട്. ജിന്നുകൾക്ക് പരിമിതിയുണ്ട്, മലക്കുകൾക്ക് പരിമിതിയുണ്ട്, പക്ഷികൾക്ക് പരിമിതിയുണ്ട്, മൃഗങ്ങൾക്ക് പരിമിതിയുണ്ട്. എല്ലാ പടപ്പിനും അള്ള വെച്ച സിസ്റ്റമുണ്ട്, വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്കുള്ളിലെ കാണാനും കേൾക്കാനും അറിയാനും ഇടപഴകാനും നടക്കാനും ഇരിക്കാനും പ്രവർത്തിക്കാനും എല്ലാം സാധിക്കും. അതിനാണ് ഭൗതികമായ കഴിവ് എന്ന് പറയുന്നത്. അതാണ് ഭൗതികമായ കഴിവ്. അതിനധീനമായ കഴിവ്, വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവ്, അഭൗതികമായ കഴിവ്, കാര്യകാര്യ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് റഹ്മാനായ റബ്ബിന് മാത്രമാണ്. അല്ലാതെ ആർക്കില്ല. ഒരു പടപ്പിനുമില്ല, ഒരു നബിക്കുമില്ല, ഒരു വലിയനുമില്ല, ജിന്നിനുമില്ല, മലക്കിനുമില്ല, ഒരൊറ്റ സൃഷ്ടിക്കുമില്ല. തൗഹീദിന്റെ ആസ്വദി. ചില മനുഷ്യൻ എന്താ ജിന്ന് ഭൗതിക അഭൗതികം, മലക്ക് ഭൗതിക അഭൗതികം, എന്തിനാ ചർച്ചക്കാർ? ഈ ചർച്ചാസിലാണ്, ഇതിന്റെ ബേസാണ്. അത് സംഘടനാപക്ഷമായിട്ടൊന്നല്ല. റഹ്മാനായ റബ്ബിന്റെ ഖുദ്റത്ത് വ്യവസ്ഥകൾക്ക് അതീതമാണ്. അവന്റെ കാഴ്ച വ്യവസ്ഥകൾക്ക് അതീതമാണ്. അവന്റെ കേൾവി വ്യവസ്ഥകൾക്ക് അതീതമാണ്. പടപ്പിന്റെ കേൾവിയോ വ്യവസ്ഥയുടെ ഉള്ളിലാണ്. ഏത് പടപ്പായിക്കോട്ടെ അള്ള നിശ്ചയിച്ച വ്യവസ്ഥ എന്താണോ ആ സിസ്റ്റം, ആ വ്യവസ്ഥ, അതിനാണ് കാര്യകാര്യ ബന്ധം എന്ന് പറയുക. ആ കാര്യം നടക്കാൻ അള്ള നിശ്ചയിച്ച കാരണമുണ്ടാകും. അതുമായി ബന്ധപ്പെട്ടാൽ ആ കാര്യമുണ്ടാകും. അതാ കാര്യകാര്യ ബന്ധം. അതിനുള്ളിലെ ഏത് സൃഷ്ടിയും മുന്നോട്ട് പോകുന്നുള്ളൂ. അതിനതീതമായ ഒരു കഴിവ് ഒരു പടപ്പിനുമില്ല. ഇനി അതിനതീതമായി ഈ ദുനിയാവിൽ പടച്ച റബ്ബ് കാണിക്കുന്ന ചില കാര്യമുണ്ട്. അതാ മുഴുജത്തും കറാമത്ത്. അത് വ്യവസ്ഥകൾക്ക് അപ്പുറത്താണ്. മൂസാ നബി ഇസ്ലാം വടി താഴെയിട്ടു, സർപ്പമായി മാറി. വടി താഴിട്ടാൽ സർപ്പമാവുക എന്ന സിസ്റ്റം ഉണ്ടോ ലോകത്ത്? ഇല്ല. അങ്ങനെ സിസ്റ്റം ഇല്ല. ഒരു വടി നിലത്ത് കിട്ടാ പാമ്പായി മാറുക എന്ന സിസ്റ്റം ഇല്ല. പക്ഷെ മൂസാ നബിയുടെ അതുണ്ടായി. അപ്പൊ അത് വ്യവസ്ഥകൾക്ക് അപ്പുറത്താണ്, അത് സിസ്റ്റങ്ങൾക്ക് അപ്പുറത്താണ്, കാര്യകാര്യ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. അത് ഭൗതികമായ സംവിധാനമല്ല, അഭൗതികമായ മാർഗമാണ്. അവിടെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് അത് അമ്പിയാക്കളെ കഴിവല്ല. സമസ്തക്കാര് പറഞ്ഞു അല്ല, അതുപോലെ അല്ലാഹ് കൊടുത്ത കഴിവാണ്. ഇതാണ് അടിസ്ഥാന തർക്കം. നമ്മളെല്ലാ പക്ഷപാതത്തിനും അപ്പുറത്ത് ഒന്ന് മനസ്സിലെത്തി ഒന്ന് വിഷയം പഠിക്കാൻ തയ്യാറാണ്. നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ ഉസ്താദുമാര് പറഞ്ഞെന്താ? മുഴുവൻ കറാമത്ത് അല്ലാഹ് കൊടുത്ത കഴിവാണ്. ആ കഴിവ് കൊണ്ട് അവർക്ക് എന്തും ചെയ്യാം, യഥേഷ്ടം ചെയ്യാം. എവിടുന്ന് വിളിച്ചാലും കേൾക്കും. ഒരെ കാതിന് പിന്നെ ലിമിറ്റില്ല, ഒരെ കണ്ണിന് ലിമിറ്റില്ല. അല്ലാതെയും എന്നെ വിളിപ്പോർക്ക് വായ് മൂടാതു തീരം ചെയ്യും ഞാനെന്നോവറ്. എവിടുന്ന് വിളിച്ചാലും ശരി, വിളിച്ചവന്റെ വായ മൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യാം എന്ന് മൊയ്തീൻ ശൈഖ് പറഞ്ഞു. കാരണം എന്താ? കറാമത്തുണ്ട്. അപ്പൊ കറാമത്തോടു കൂടി ലിമിറ്റ് ഇല്ലാതായി, വ്യവസ്ഥകൾക്ക് പ്രസക്തി ഇല്ലാതായി മാറി, സിസ്റ്റങ്ങൾക്ക് അപ്പുറത്തായി. പിന്നെ ആ കാതിന് വ്യവസ്ഥ ബാധകമല്ല. അപ്പൊ ലോകത്ത് എവിടുന്ന് വിളിച്ചാലും കേൾക്കാം. എവിടുന്ന് വിളിക്കുമ്പോഴും ഭാഷ മാറും, സമയം മാറും, ആവശ്യം മാറും. അപ്പൊ ഏത് നാട്ടിൽ നിന്ന് ഏത് ഭാഷ ഏത് ആവശ്യത്തിന് വേണ്ടി ആരെപ്പ വിളിച്ചാലും ശരി, ഭാഷകൾക്ക് അതീതമായി, ആവശ്യങ്ങൾക്ക് അതീതമായി, സമയങ്ങൾക്ക് അതീതമായി, ദേശങ്ങൾക്ക് അതീതമായി എല്ലാം കേൾക്കാൻ, എല്ലാം അറിയാൻ, എല്ലാം കാണാൻ, എല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാൻ അതിലൊക്കെ ഇടപെടാനുള്ള കഴിവുണ്ട് എന്നാണ് ഇവിടെ ഉസ്താദുമാര് പഠിപ്പിക്കുന്നത്. അന്ന് മുജാഹിദ് പ്രസ്ഥാനം പുറത്ത് ഇല്ല കൂട്ടരെ, അങ്ങനത്തെ കഴിവില്ല. അങ്ങനെ കഴിവില്ല. ആ കഴിവ് അള്ളാഹുവിനേ ഉള്ളൂ. അപ്പൊ ചോദിച്ചു, അല്ല നബി തങ്ങൾക്ക് മുഴുവത്തില്ലേ, സഹാബിയ കറാമത്തില്ലേ, മറിയം ബിബി കറാമത്തില്ലേ? അപ്പൊ കറാമത്ത് അഭൗതികമല്ലേ? അതേ, കറാമത്ത് അഭൗതികമാണ്, മുഴുവത്ത് അഭൗതികമാണ്. പക്ഷെ അവർക്ക് നൽകിയ കഴിവല്ല.
യഥേട്ട് ഉപയോഗിക്കാനുള്ള കഴിവല്ല. അന്നൊരു കാര്യം കേൾപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് കേൾപ്പിക്കും, അതേമ കഴിഞ്ഞു. അന്നൊരു കാര്യം കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് കാണിച്ചു കൊടുക്കും. നബി തങ്ങൾ മിഅ്റാജ് യാത്ര പോയി, അതൊരു മുഅ്ജിസത്താണ്. എന്തിനാ കൊണ്ടുപോയത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലാ. തന്റെ അടിമയെ ഒറ്റ രാത്രി കൊണ്ട് ഫലസ്തീനിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയ അല്ലാഹു തആല എത്ര പരിശുദ്ധനാണ്. എന്തിനാ കൊണ്ടുപോയത്? ലിനുരിയഹു മിൻ ആയാതിനാ. ലിനുരിയഹു, ആ നബിക്ക് നാം കാണിച്ചു കൊടുക്കാനാ. മിൻ ആയാതിനാ, നമ്മുടെ ആയത്തുകളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ കൊണ്ടുപോയത്. അത് നബി എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണെങ്കിലോ പിന്നെ പോകേണ്ട കാര്യമുണ്ട്? നബിക്ക് എപ്പോഴും ആകാശം ഭൂമിയും സ്വർഗം നൽകും എല്ലാം ഇങ്ങനെ ഫുൾ ടൈം ലൈവായി കണ്ടുകൊണ്ടിരിക്കാമെന്നാണെങ്കിൽ ഈ ആയത്തിന്റെ അപസക്തി കൊണ്ടുപോയി അല്ലാഹു തആല ഫലസ്തീനിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക്. അല്ലാഹു തആല ഫലസ്തീനിലെ മക്കൾക്ക് സമാധാനം നൽകുമാറാവട്ടെ. ആ ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ആയത്തുകൾ കാണിച്ചു കൊടുക്കാനാണ്. അവിടുന്ന് കൊണ്ടുപോയി ആകാശലോകത്തേക്ക് മിഅ്റാജ് യാത്ര. സൂറത്തുൽ നജ്മിൽ അല്ലാഹ് പറഞ്ഞല്ലോ, വലഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ ഇദ യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സാഗൽ ബസ്റു മാ റആ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്രാ. ലഖദ് റആ, തീർച്ചയായും നബി തങ്ങൾ കണ്ടു ആ യാത്രയിൽ മിൻ ആയാതി റബ്ബിഹിൽ കുബ്രാ, റബ്ബിന്റെ വമ്പൻ ദൃഷ്ടാന്തങ്ങൾ, വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ ആ യാത്രയിൽ നബി തങ്ങൾ കണ്ടു. സ്വർഗം കണ്ടു, നരകം കണ്ടു, സിദ്റത്തുൽ മുൻതഹ കണ്ടു, കഴിഞ്ഞകാല അമ്പിയാക്കളെ കണ്ടു, ആകാശ ലോകങ്ങളെ കണ്ടു, ജിബ്രീലിനെ കണ്ടു സാക്ഷാൽ രൂപത്തിൽ. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്രാ, വലിയ വലിയ ആയത്തുകൾ നബി തങ്ങൾ കണ്ടുവെന്ന് സൂറത്തുൽ നജ്മിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. അത് കൊടുത്ത കഴിവാണോ? എപ്പോ വേണമെങ്കിൽ നോക്കിയാൽ സ്വർഗം കാണാം, നരകം കാണാം എന്നാണെങ്കിൽ ഇതെന്താ പ്രസക്തി? അത് അയിമ കഴിഞ്ഞു. ആ മിഅ്റാജ് യാത്ര അതോടെ അവസാനിച്ചു. പിന്നെ യാത്രയില്ല, പിന്നെ കാഴ്ചയില്ല, പിന്നെ കേൾവിയില്ല. അല്ലാഹു തആല നബിക്ക് പലതും അങ്ങനെ സംഘടിപ്പിച്ചു കൊടുത്തു. ഒരിക്കൽ ഖന്ദഖ് യുദ്ധവേളയിൽ നബിയും സഹാബത്തും കിടങ്ങു കുടിക്കുകയാണ്. എല്ലാവരും പട്ടിണി പാവങ്ങളാണ്, വിശന്ന് പൊരിഞ്ഞവരാണ്, ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല, വല്ലാത്ത പ്രയാസമാണ്. അബൂ തുൽഹത്തുൽ അൻസാരി പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദം കേട്ടപ്പോ ആ നബിതങ്ങളുടെ ക്ഷീണം, നബിതങ്ങളുടെ വിശപ്പ്, നബിതങ്ങളുടെ പ്രയാസം എനിക്ക് ആ ശബ്ദത്തിൽ മനസ്സിലായി. നബി സംസാരിക്കുന്നുണ്ട്, പക്ഷേ ആ വർത്താനം കേട്ടപ്പോ അറിയാം നബിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, വല്ലാത്ത പ്രയാസമുണ്ട്. അബൂ തുൽഹ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദം ഇടറുന്നത് കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു പ്രയാസം. ഞാൻ മെല്ലെ വീട്ടിൽ പോയി, അപ്പുറത്തെ വീട്. ഭാര്യയോട് ചോദിച്ചു, അല്ല വല്ലതുണ്ടോ ഇവിടെ തിന്നാൻ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദം കേട്ടിട്ട് നബിക്ക് വല്ലാത്തൊരു വിശപ്പുണ്ട്, വല്ലതും കഴിച്ചിട്ട് കുറച്ചായി എന്ന് മനസ്സിലാകുന്നുണ്ട്. വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ സ്വകാര്യത്തിൽ നബിനെ വല്ലത് കൊണ്ടുവരാം, വല്ലതും കൊടുക്കാനോ. ഭാര്യ പറഞ്ഞു, ഒരു പൊടി ഉണ്ട്, വേറെ കഴിയിട്ടൊന്നുമില്ല, അത് ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്കോളാം, നിങ്ങൾ സ്വകാര്യത്തിൽ പോയി നബിനെ നിങ്ങളുടെ ഒറ്റക്ക് വിളിച്ചുകൊണ്ടി നമുക്ക് കൊടുക്കാനോ. അബൂ തുൽഹയ്ക്ക് സന്തോഷമായി. അവിടെ ചെന്ന് നബിനെ സ്വകാര്യത്തിൽ നബി വീട്ടിൽ അല്പം ഭക്ഷണമുണ്ട്, വരി നമുക്ക് കഴിച്ചു പോരാ. നബി ഞങ്ങൾ ആ കിടങ്ങ് കയറി, കരക്ക് കേട്ടും എല്ലാവരും വരി, അബൂ തുൽഹ വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാതെ. അബൂ തുൽഹ ബേജാറായി പോയി, എന്താ പിന്നെ കാട്ടുക. നബിനെ ഒറ്റക്ക് വിളിച്ചാൽ തീരുമാനിച്ച, പക്ഷേ നബി എല്ലാരും വിളിക്കാണ്. എന്ത് ചെയ്യും? ആകെ വഷളാവാണല്ലോ, കാരണം വീട്ടിൽ അത്ര ഭക്ഷണമൊന്നുമില്ല. ദേശം പൊടി അടുപ്പത്ത് വെച്ച് വല്ലതും ഉണ്ടാക്കാൻ തീരുമാനിച്ച നബി, ഞാനാണ്ട് വരാം, ഞാൻ വന്നിട്ട് ആ ഭക്ഷണ പാത്രം അടുപ്പത്തിന് ഇറക്കി വെച്ചാൽ മതി പറഞ്ഞാള്, ഞാൻ വരാം. അബൂ തുൽഹ മുന്നിൽ പോയി പരീക്ക, ഭാര്യയോട് പോലെ സംഗതി ആകെ പെട്ടു. നബി എല്ലാരും വിളിച്ചു, ഒന്നാകെ ഒരു പടം ഒന്നാകെ വരുന്നുണ്ട്. എന്താ നീ കാട്ട്? എന്താ കാട്ടുക? നബി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നബി ഞങ്ങൾ വന്നിട്ട് ആ പാത്രം അടുപ്പത്ത് ഇറക്കിയാൽ മതി. നബി ഞങ്ങൾ വന്നു, അബൂ തൽഹയുടെ വീട്ടിലേക്ക് എത്തി, ചോദിച്ചു എവിടെ പാത്രം, അടുപ്പ് കാണിച്ചു കൊടുത്തു. നബി ഞങ്ങൾ പ്രാർത്ഥിച്ചു, എന്നിട്ട് വിളമ്പാൻ പറഞ്ഞു. വിളമ്പാൻ പറഞ്ഞു. അങ്ങനെ വിളമ്പി ഓരോ 36 കയറിയാണ്, ഒന്നാകെ കയറാൻ വലിയ സ്ഥലമില്ല.
കുറച്ചാളുകളെ കയറി കഴിച്ചോളിയത്. ഒരു കഴിച്ചു, വയറ് നിറച്ചിറങ്ങി. അടുത്ത ടീം കയറി, അവര് കഴിച്ചു. അങ്ങനെ അവസാനം അബൂ ത്വൽഹയും കഴിച്ചു, ഭാര്യയും കഴിച്ചു, അയൽവാസിയൊക്കെ കൊടുക്കാൻ അതും കൊടുത്തു, എല്ലാരും കഴിച്ചു. ഇനിയുണ്ടോ ഇനിയിപ്പോ ആദ്യമുള്ള അത്ര എപ്പോഴും ഉണ്ട്. ആദ്യം എത്രയാണോ അത്ര ഇപ്പോഴും ഉണ്ട്. അപ്പൊ ചോദിച്ചു അബൂ ത്വൽഹയോട്, അല്ല എത്ര ഉണ്ടായിരുന്നു അന്ന്? അദ്ദേഹം പറയാം, അന്ന് 1000 ആളുണ്ടെങ്കിലും അത് മതിയാകുമായിരുന്നു. നബി തങ്ങളെ മുഅ്ജിസത്താണ്. ഇത് കൊടുത്ത കഴിവാണോ? അല്ല. കാരണം അതേ നബി തങ്ങൾ അപ്പുറത്തെ രാത്രി പുറത്തേക്ക് ഇറങ്ങുന്നു. എന്തിറങ്ങിയത്? വിശന്നിട്ട് ഉറക്കം വരുന്നില്ല, വല്ലാത്ത വിശപ്പാണ്, സഹിക്കാൻ പറ്റുന്നില്ല. രാത്രി ഉറക്കം വരാതെ പുറത്തേക്ക് ഇറങ്ങി ഒന്നിങ്ങനെ നടക്കുക, അപ്പൊരാശ്വാസം കിട്ടുമല്ലോ. അങ്ങനെ പോകുമ്പോ വഴിയിലതാ അബൂബക്കർ സിദ്ദീഖ്. അപ്പൊ നബി ചോദിച്ചു, അല്ല എന്താണ് അബൂബക്കർ ഈ സമയത്ത് ഈ പാതിരാക്കൂടെ പുറത്ത്? നബി വിശന്നിട്ട് ഇറങ്ങിയതാണ്. അല്ലാതെ നിങ്ങൾ എന്തേ? ഞാനും വിശന്നിട്ടാണ്. സിദ്ദീഖ് പറയും, എന്താ നബി നിങ്ങൾ ആളെ പൊട്ടീസാക്കുക? നിങ്ങൾക്ക് മുഴുവത്തുള്ള ആളല്ലേ, നിങ്ങൾക്ക് എന്ത് വിശപ്പ്? സിദ്ദീഖ് ചോദിച്ചു, നിങ്ങൾക്ക് കറാമത്തില്ലേ, നിങ്ങൾക്ക് എന്ത് വിശപ്പ്? ഇല്ല, ചോദിച്ചിട്ടില്ല. രണ്ടാളും ഒരേ പ്രശ്നമാണ്. രണ്ടാൾക്കും വർത്താനം പറഞ്ഞങ്ങനെ പോകാം, അപ്പോൾ സമാധാനം കിട്ടുമല്ലോ. രണ്ടുപേരും സംസാരിച്ചങ്ങനെ നടക്കേട്. കുറച്ച് മുന്നോട്ട് പോകുമ്പോ ഉമർ ഖത്താബിനെ കാണുന്നു. എന്താണ് ഉമർ ഈ സമയത്ത് ഇവിടെ? ഒന്നുമല്ല കൂട്ടുകാരെ, വിശന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല. അപ്പൊ ഇറങ്ങിയതാണ്. നിങ്ങൾ എന്ത് ചോദിച്ചു? ഞങ്ങളോ തന്നെ. നാം 3 ആളും കൂടി പോവുക. അപ്പൊ ഇത് കൊടുത്ത കഴിവാണെങ്കിൽ ഇതുണ്ടാകുമോ? ഇല്ല. നബി തങ്ങളുടെ മുമ്പിൽ വന്ന് സുഖമില്ലെന്ന് പറഞ്ഞപ്പോ ഒരു പ്രാർത്ഥന കൊണ്ട്, ഒരു തടവര് കൊണ്ട്, ഒരു തുപ്പുനീര് കൊണ്ട്, നബി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അങ്ങനെ രോഗം ശിഫയായ സംഭവങ്ങളുണ്ട്. അതേ നബി തങ്ങൾ രോഗിയായി കിടന്നു. അതേ നബി തങ്ങളുടെ ഭാര്യമാർ രോഗിയായി കിടന്നു. ആ നബി തങ്ങളുടെ മക്കൾ രോഗികളായി കിടന്നു. ഇബ്രാഹിം എന്ന കുട്ടി രോഗിയായി. ആ കുട്ടി മരിച്ചു. 18 മാസം പ്രായമാണ്, 1.5 വയസ്സ് പ്രായമാണ്. നബി തങ്ങൾ ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് വിരുമ്പി, അല്ലയോ ഇബ്രാഹിം, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ് മോനെ. അപ്പൊ മുഴുവത്ത് കൊടുത്ത കഴിവാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. കൊടുത്ത കഴിവല്ല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ, അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത്, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹു നടപ്പാക്കുന്നു. അതാ മുഴുവൻ. പടച്ച റബ്ബ് ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച ആളിലൂടെ പടച്ചോ നടപ്പാക്കും. ഈ വ്യക്തിക്ക് അതിൽ വലിയ പങ്കൊന്നുമില്ല. സാധാരണ പ്രവൃത്തികളിൽ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. ഈ സംസാരം എന്ന പ്രവൃത്തി ചെയ്യുന്നത് ഞാനാണ്. സംസാരം എന്ന പ്രവൃത്തി എന്നിൽ പടച്ചത് അല്ലാഹുവാണ്. വേർതിരിച്ച് മനസ്സിലാക്കണം. ഇതിന്റെ ഫാഇൽ ഞാനാണ്. എനിക്ക് വേണ്ടി ഇപ്പൊ അവസാനിപ്പിക്കാം. ഞങ്ങൾ പറയാൻ നിർത്താതെ കഴിഞ്ഞു. 5 മിനിറ്റ് മിണ്ടാതെ ഇരുന്നു, കഴിഞ്ഞു. ഇത് സംസാരം എന്ന പ്രവൃത്തി ചെയ്യുന്നത് ഞാനാണ്. അത് എന്നിൽ പടച്ചത് അല്ലാഹു. മുഴുവത്ത് എന്ന പ്രവൃത്തി ചെയ്യുന്നതും അല്ലയാണ്, അത് പടക്കുന്നതും അല്ലയാണ്. അതാ വ്യത്യാസം. ഇബ്രാഹിം ഇസ്ലാം വിളിച്ചു ഹജ്ജിന് വേണ്ടി. നീ ജനങ്ങളിൽ ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യണം. ഇബ്രാഹിം ഇസ്ലാം പറഞ്ഞു, ഞാൻ വിളിച്ചോളാം, പക്ഷെ ഞാൻ വിളിച്ചത് എന്ത് കാര്യം? എന്റെ ശ്രദ്ധ എടുക്ക. നീ വിളിച്ചോ, ഞാൻ എത്തിച്ചോളാം. നീ വിളിച്ചോ, ഞാൻ എത്തിക്കാം. ഇബ്രാഹിം ഇസ്ലാം വിളിച്ചു. വിളിക്കുക എന്ന പ്രവൃത്തി ചെയ്ത ആരാ? ഇബ്രാഹിം നബിയാണ്. ആ വിളി പതിലേക്കും എത്തിയതോ അത് ഇബ്രാഹിം നബിയുടെ കഴിവല്ല, അത് അള്ളയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അബ്ബേ നിന്റെ വിളിക്കുത്തരം ചെയ്തു വരുന്നു. ഇബ്രാഹിം നബിയെ നിങ്ങളെ വിളിക്കുത്തരം ചെയ്യുന്നു എന്നല്ല, പഠിച്ചോനെ നിന്റെ വിളിക്കുത്തരം ചെയ്തു വരുന്നു എന്നാണ് ഹാജിമാർ പറയുക. മുഴുവത്ത് കറാമത്ത് വ്യവസ്ഥകൾക്കപ്പുറത്താണ്, അത് സിസ്റ്റങ്ങൾക്കപ്പുറത്താണ്, അത് അഭൗതികമായ കാര്യമാണ്, അദൃശ്യമായ കാര്യമാണ്. പക്ഷെ അതിന്റെ പ്രവൃത്തി ചെയ്യുന്നവൻ ഫാഇൽ അല്ലാഹയാണ്, ഖാലിഖും അല്ലാഹയാണ്. നമ്മുടെ നാട്ടിൽ സമസ്ത ഉസ്താദുമാര് പറഞ്ഞത് അത് അല്ലാഹ് യഥേഷ്ടം കൊടുത്ത കഴിവാണ്.
അതുകൊണ്ട് ലോകത്ത് എവിടുന്ന് വിളിച്ചാലും ഔലിയാക്കന്മാരെ കേൾക്കും, എവിടുന്ന് എന്ത് ചെയ്താലും ഔലിയാക്കന്മാര് കാണും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവറെ, കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ. കുപ്പിയകത്തുള്ള വസ്തു കാണും പോലെ എല്ലാ മനുഷ്യന്മാരെ കൽബും മൊയ്തീൻ ശൈഖ് കാണുന്നതാണ് മുഹ്യിദ്ദീൻ മാലയിൽ. കണ്ണിൽ കാണാത്തത് കൽബകത്തുള്ളതെല്ലാം കൺകൊണ്ട് കണ്ട പോലെ കാട്ടിപ്പറഞ്ഞവരാണ് ശൈഖ് എന്നാണ് ആരപ്പാട്ട് പറഞ്ഞത്. എവിടുന്ന് വിളിച്ചാലും കാണുമത്രേ, എല്ലാം കേൾക്കുമത്രേ, എല്ലാം അറിയുമത്രേ. ഭൂമിയും ആകാശം എല്ലാം അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ്. ഭൂമി ഒരുണ്ട് പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നോവർ. ഭൂമി ഒരുണ്ട പോലെ എന്റെ കയ്യിലാണ്. ഭൂമിയെല്ലാം എനിക്ക് ഒറ്റ സ്റ്റെപ്പ് വെക്കാനേ ഉള്ളൂ, അപ്പോഴേക്ക് ആ ഭൂമി കഴിഞ്ഞു പോകും. നരക സ്വർഗം വരെ മൊയ്തീൻ ശൈഖിന്റെ കൺട്രോളിലാണ് എന്ന മാലപ്പാട്ട് പാട്ട്. എനിക്ക് വേണമെങ്കിൽ നരകത്തിന്റെ കവാടം പൂട്ടിപ്പോരാൻ പറ്റും, പക്ഷേ അല്ലാഹു റസൂലിന്റെ മുമ്പ് വന്ന് പറഞ്ഞു പോയി നരകണ്ട്, ഇനി പൂട്ടിയ മോശല്ലേ. നബി പറഞ്ഞു പോയി നരകമുണ്ട്, അത് നബി തങ്ങൾ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്റെ മഹത്വം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നരകം അടച്ചുപൂട്ടുമായിരുന്നു എന്ന് മുഹ്യിദ്ദീൻ മാലയിൽ. അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ വിശ്വസിക്കാൻ ഉസ്താദുമാർക്കുള്ള ബേസ് എന്താറിയോ? അല്ലാഹ് കൊടുത്ത കഴിവാണ്. അഭൗതികമായ കഴിവുണ്ട്, അദൃശ്യമായ കഴിവുണ്ട്, വ്യവസ്ഥകൾക്കതീതമായ കഴിവുണ്ട്. എന്താ തെളിവ്? മുഅ്ജിസത്തില്ലേ, കറാമത്തില്ലേ, അത് അല്ലാഹ് കൊടുത്ത കഴിവല്ലേ. 100 കൊല്ലം മുജാഹിദീങ്ങൾ ഇവിടെ വയലിട്ട് പറഞ്ഞു ഇല്ല, അങ്ങനെ കഴിവില്ല. ഒരു അഭൗതികമായ കഴിവുമില്ല, അദൃശ്യമായ കഴിവുമില്ല, ഒരു ജിന്നിനുമില്ല, ഒരു മലക്കിനുമില്ല, ഒരു മഹാനുമില്ല, ഒരു നബിക്കുമില്ല, ഒരു വലിയനുമില്ല, ഒരു പടപ്പിനുമില്ല. അത്തരം കഴിവ് പടച്ച റബ്ബിന് മാത്രം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ? കറാമത്തുണ്ട്, മുഅ്ജിസത്തുണ്ട്. അതെന്താ? അല്ലാഹ് നടപ്പാക്കാൻ വിചാരിച്ച കാര്യം അല്ലാഹ് ഉദ്ദേശിച്ച ആളിലൂടെ, അല്ലാഹ് ഉദ്ദേശിച്ച സമയത്ത് അല്ലാഹ് നടപ്പാക്കും. അതുകൊണ്ട് തടവി രോഗം മാറ്റിയ പ്രവാചകൻ അതേ നബി രോഗിയായി മാറി. ഒരു സ്വഹാബിക്ക് നബി തടവുമ്പോൾ രോഗം മാറുമ്പോൾ മറ്റൊരു സ്വഹാബി രോഗിയായി കിടക്കുന്നു. നബി തങ്ങൾ ദുആ ചെയ്ത് രോഗം മാറുന്നു. അതേ നബി തങ്ങൾ വീണ്ടും രോഗിയായി മാറുന്നു. നബി തങ്ങൾ അവസാനം സഫർ മാസം 30-നാണ് പ്രവാചകർക്ക് രോഗം ആരംഭിച്ചത്. ഒരു തലവേദന, ഒരു ജനാസന്റെ കൂടെ പോയി ജനാസ കഴിഞ്ഞ് വന്നപ്പോ നബിക്ക് തലവേദന. അതാ തുടക്കം നബിക്ക്. സഫർ മാസം 30 പരി വന്നപ്പോ ആയിഷാബിയോട് പറഞ്ഞു, ആയിഷ വല്ലാത്ത തലവേദന ഉണ്ട്. അപ്പൊ ആയിഷാബി പറഞ്ഞു, എനിക്കുണ്ട് റസൂലേ തലവേദന. അപ്പൊ നബി തമാശ പറഞ്ഞു, എനിക്ക് തലവേദന ബേജാറൊന്നുമില്ല, ഇത് മരിച്ചാൽ ഞാൻ കുളിപ്പിച്ചോളാം, ഞാൻ കഫൻ ചെയ്തോളാം, ഞാൻ നിസ്കരിച്ചോളാം, ഞാൻ കൊണ്ടുപോയി മറവ് ചെയ്തോളാം. തമാശ ഒന്ന് ചൂടാക്കാൻ വേണ്ടി. അപ്പൊ ആയിഷാബി അതിനനുസരിച്ച് മറുപടി തിരിച്ചും പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ തുടങ്ങി? പനി വന്നു, പിന്നെ വേദനയായി, ശരീരമാസനം അസ്വസ്ഥതയായി, പിന്നീട് നബി തങ്ങൾക്ക് ബോധക്ഷയമായി, ബോധം കിട്ട് കിടക്കാൻ തുടങ്ങി. ഒന്നാകെ പുതച്ചും മൂടി കിടക്കുകയാണ്. ആയിഷ ബീവി പറയാൻ നബി ഇങ്ങനെ ചോദിക്കും, ഇന്ന് ഞാൻ എവിടെയാ, നാളെ ഞാൻ എവിടെയാ? ഓരോ ദിവസവും ഓരോ ഭാര്യമാരെ വീട്ടിൽ ഇങ്ങനെ മാറി മാറി കിടക്കും, സുഖമില്ലാതെ കിടക്കുമ്പോഴും. അപ്പൊ ഇന്നിപ്പോ എവിടെ ചോദിക്കും? അപ്പൊ ഇന്നാളെ വീട്ടിലാണ്. നാളെ എവിടെ? നാളെ ഇന്നാളെ വീട്ടിലാണ്. അപ്പൊ നബിക്ക് ഇങ്ങനെ മാറി മാറി കിടക്കുന്നത് പ്രയാസം ഉണ്ടെന്ന് മനസ്സിലായപ്പോ മറ്റു ഭാര്യമാരെ നബി വേണമെങ്കിൽ ഇവിടെ ഒരു സ്ഥലത്ത് കിടന്നോളി, എനിക്ക് സമ്മതമാണ്, സുഖമില്ലല്ലോ. അങ്ങനെ ആയിഷ ബീവിയുടെ വീട്ടിൽ തന്നെ നബി തങ്ങൾ പിന്നെ കിടന്നു. അവസാനത്തെ 4-5 ദിവസം അവിടെ കിടന്നുകൊണ്ടാണ് നബി തങ്ങൾ വഫാത്താകുന്നത്. ആയിഷ ബീവി പറയാണ്, നബി തങ്ങൾ മാറി മാറി കിടന്നിരുന്നുവെങ്കിൽ എന്റെ വീട്ടിലേക്ക് എന്നാണോ എത്തുക, ആ ദിവസമാണ് എന്റെ വീട്ടിൽ വെച്ച് മരണപ്പെട്ടത്. അങ്ങനെ നബി തങ്ങൾക്ക് ബോധം നഷ്ടപ്പെടുന്നു. ഒരു പുതപ്പ് കൊണ്ട് പുതച്ചു കിടക്കുന്നുണ്ട്. തൊട്ടടുത്തൊരു പാത്രത്തിൽ വെള്ളമുണ്ട്. ഇടയ്ക്ക് നബിക്ക് ബോധം തെളിയും. ബോധം തെളിയുമ്പോ ആ കൈ കൊണ്ട് ആ പാത്രത്തിനെ മുക്കും. നനഞ്ഞ കൈ കൊണ്ട് മുഖം ഇങ്ങനെ തടവും. പിന്നെയും ബോധം നഷ്ടപ്പെടും. ഞങ്ങൾ ആ പുതപ്പ് കൊണ്ട് അങ്ങനെ പുതച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും ബോധം തെളിയും. അപ്പൊ വീണ്ടും കൈ നനച്ച മുഖം തടവും. ഇങ്ങനെ ബോധം വന്നും പോയി നിൽക്കുകയാണ്.
ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ അങ്ങനെ പറയാൻ ശ്രമിക്കുന്നതായി തോന്നി ഞങ്ങൾക്ക്. അപ്പൊ നബിക്ക് വല്ല വസിയത്തുണ്ടോ, എന്തെങ്കിലും പറയാനാണോ? ആയിഷ ബീവി പറഞ്ഞു, ഞാനിങ്ങനെ കാത് അടുപ്പിച്ചു വെച്ചു, വല്ലതും പറയാണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ഒരു അവസാന സന്ദർഭം തോന്നുന്നു, മരിക്കാൻ പോവാണ്, വസിയത്ത് പറയാനായിരിക്കും. നബി തങ്ങൾ വസിയത്ത് പറഞ്ഞു. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ജൂതക്രിസ്ത്യാനികൾക്ക് പടച്ചറബിന്റെ ശാപമുണ്ട്. കാരണം അവർ അമ്പിയാക്കളുടെ ഖബർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. ഈ സമയത്ത് പറഞ്ഞ വസിയത്ത്, നമ്മളെ വാപ്പിന് വസിയത്ത് പറഞ്ഞാൽ എത്ര ഗൗരവമായി നമ്മളത് പാലിക്കും. ഹബീബായ നബി തങ്ങൾ ആ ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് ഇടയ്ക്ക് ബോധം വന്നപ്പോൾ കൊടുത്ത വസിയത്താണ്. അവർ അമ്പിയാക്കളെ ഖബർ ആരാധനാ കേന്ദ്രമാക്കി. എന്തിനാ നബി ഇപ്പത് പറയണത്? ആയിഷ ബീവി പറയാണ്, നബി തങ്ങൾ വഫാത്തായാൽ നബിയുടെ ഖബർ ഉണ്ടാകാൻ പോകും. അവർ അമ്പിയാക്കളെ ഖബർ ചെയ്തതുപോലെ എന്റെ ഖബർ ചെയ്യരുതേ എന്നാണ് ഉദ്ദേശം. ആയിഷ ബീവി വിശദീകരിക്കുകയാണ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, യുഹർരിറു മാ സനഉ. അവരൊക്കെ ചെയ്ത ആ ചെയ്തി ഈ ഉമ്മത്ത് ചെയ്യാതിരിക്കാനുള്ള താക്കീതാണ് നബി തങ്ങൾ അപ്പം നൽകുന്നത്. അങ്ങനെ നബി തങ്ങൾ സുഖമില്ലാതെ കിടക്കുമ്പോ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ബാപ്പാനടുത്തുണ്ട്. ബാപ്പാന്റെ വേദന കണ്ടപ്പോ ഫാത്തിമ ബീവിക്ക് സഹിച്ചില്ല, വല്ലാത്തൊരു വേദന ഉപ്പാക്ക്. അവര് പറഞ്ഞു, വാ കർബ അബതാ. ഔ, എന്റെ ഉപ്പാക്ക് എത്ര വേദനയാണ്, എന്തൊരു വേദനയാണ് ഉപ്പ സഹിക്കുന്നത് എന്ന് വേദനയോടെ ഫാത്തിമ ബീവി പറയുകയാണ്. നബി തങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, ലാ കർബ അലാ അബീകി ബഅദ ഹാദൽ യൗം. മോളെ, ഇന്നും കൂടി കഴിഞ്ഞാൽ എന്റെ ബാപ്പാക്ക് പിന്നെ വേദന ഇല്ല. ഇത് അവസാനത്തെ വേദന, ഇനി വേദന ഉണ്ടാവില്ല. അപ്പൊ നബിക്ക് വേദനിച്ചു. എന്തുകൊണ്ട്? മുഴുജത്ത് കൊടുത്ത കഴിവല്ല, കറാമത്ത് കൊടുത്ത കഴിവല്ല. CM മടവൂർ ലോകം നിയന്ത്രിക്കുന്ന ഇപ്പൊ പറയുന്നത്, ലോകം മൊത്തം നിയന്ത്രിക്കും മുദബ്ബിറുൽ ആലമാണ് എന്ന് പറയുന്നു. ആ CM മടവൂര് ബാത്റൂമൊക്കെ പോയപ്പോ വീണ് കാലിന് തുടയല് പൊട്ടി. എന്തുകൊണ്ട്? കറാമത്ത് കൊടുത്ത കഴിവില്ലാത്തോണ്ട്. ബാത്റൂമിൽ പോണ വഴിക്ക് വീണ് കാലിന് തുടയല് പൊട്ടി. 1 മാസത്തിലേറെ ആളുകൾക്ക് കാണാൻ പോലും പറ്റാത്ത വിധം അദ്ദേഹം വീട്ടിൽ തന്നെ ഇരുന്നു. ഒരാൾക്കും പ്രവേശനമില്ല. കാലുകൊണ്ട് എണീക്കാൻ വയ്യ. അദ്ദേഹത്തിന് ഷുഗർ വന്നു, ഷുഗർ ഓവറായി. അവസാനം കണ്ണിന്റെ കാഴ്ച പോയി. ഒരാളും കാണാൻ പറ്റുന്നില്ല. പരിചയമുള്ള ആളുകൾ പോലും വന്ന് സലാം പറഞ്ഞാൽ അദ്ദേഹം പറയുമായിരുന്നു, ഇപ്പൊ ആരെയും കാണാൻ കഴിയുന്നില്ല, നിന്റെ ശബ്ദം കേട്ടപ്പോഴാ ആളെ മനസ്സിലായത്. CM ചൈത്ര പുസ്തകത്തിൽ എഴുതി വെച്ച വാചകം.